ക്ഷേത്രമായ ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കൂട്ടും പാട്ടും പന്തീരായിരവും ജനുവരി 10 കൊടിയേറി. ഇന്ന് നമുക്കൊരു ഉത്സവം കൂടിയാലോ. നമ്മുടെ കോഴിക്കോട് വളരെ ഫേമസ് ആയിട്ടുള്ള ബാലുശ്ശേരി കോട്ടയിൽ അമ്പലത്തിലെ ഉത്സവം കാണാം കേട്ടോ. അത് അപ്പോൾ ഉത്സവമായിട്ട് എന്താ അത്ര ആളൊക്കെ കുറവ്, അല്ലെങ്കിൽ വിനായകൻ രാവിലെ എത്തിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ ഒരാളെ വരവേൽക്കാൻ വേണ്ടി പോയതാട്ടോ. ഈ വരുന്ന ആന അത്ര ചില്ലറക്കാരൊന്നുമല്ല കേട്ടോ. നമ്മളെ ഗുരുവായൂർ അമ്പലത്തില് ഭഗവാന്റെ തിടമ്പേറ്റുന്ന ഇന്ദ്രസൻ എന്ന് പറയുന്ന ആനയാണ്, ഒരുപാട് ഫാൻസൊക്കെ ഉള്ളത്. അപ്പൊ ആ ആനയാണ് ഇത്തവണ ഇവരിവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ വൈകുന്നേരം അതിന്റെ വരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോ നമ്മള് എത്തിയാൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇന്ദ്രസന്റെ നമസ്കരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ പ്രസാദമൂട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ കലവറയിലേക്ക് ഒന്ന് കിടക്കാം. ഒരുപാട് പേര്, ആയിരക്കണക്കിന് പേര് 2 ദിവസമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ, ആ കാഴ്ചകൾ ഒന്ന് നമുക്ക് കാണാം. വർഷങ്ങളായിട്ട് സ്വാമിയണ്ണൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ഈ ബ്രാഹ്മൺ സദ്യ കേട്ടോ. ഭയങ്കര ഫേമസും നല്ല ടേസ്റ്റും അല്ലേ. അപ്പോൾ അവർ വളരെ രാത്രി തന്നെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ എത്തിയിട്ട് അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് പായസത്തിന് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാനൊക്കെ പോയി. അപ്പോഴത്തേക്ക് ഇവിടെ ടേബിളൊക്കെ ഇട്ട് സദ്യൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകാന്ന് തോന്നുന്നു കേട്ടോ. 3-4 പേര് ഇരുന്നിട്ട് 5000-6000 പപ്പടമൊക്കെ കാച്ചുന്നത് കേട്ടോ. ഇങ്ങനത്തെ വലിയ വലിയ സദ്യക്ക് പോയാൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്താൻ കാരണമായ ആ ഫോളോവർ സുഹൃത്തിന് എന്തായാലും ഒരു നന്ദി പറയാല്ലേ. ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയില്ലേ. എത്ര ആളെ പരിപാടി ഉണ്ട്? 5000-6000 ആണ്. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാ? ഇപ്പോൾ 3-4 വർഷമായിട്ട് അങ്ങനെ വന്ന്. അതിന് മുമ്പ് ഒരു 4000-5000 കൂടുതലാണ്. എല്ലാ കൊല്ലം വലിയ പരിപാടി തന്നെയാണല്ലേ? നല്ല പരിപാടിയാണ്. രാത്രി ഉണ്ട് ഭക്ഷണം? രാത്രി ഉണ്ടാവും ആൾക്കാർ.
രാത്രി കുറേ ഉണ്ടോ? ആരാണ്ടാ അവിടെ തിരി പപ്പടം കാച്ച് യൂട്യൂബില് വരും യൂട്യൂബില്. ഇതിലെങ്ങോട്ടാ പോകുന്നത്? ഇതിലേക്കാ അപ്പുറത്തേക്കാ? ആ അങ്ങനെ അമ്പലത്തിലെ പൂജകളും ആ ചടങ്ങുമൊക്കെ കഴിഞ്ഞ് ഇനി സദ്യ വിളമ്പാനുള്ള സമയം അല്ലേ. ആൾക്കാർ ഇതിന് അമ്പലത്തിന് പുറത്തുമൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആട്ടോ, ഭയങ്കര വെയിലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടി. ഈ രണ്ട് കേട്ടോ അതിന്റെ ബാക്കിലാണ്. അങ്ങനെ കുറേ നേരം വരി നിന്ന് ഞാനൊരു പ്ലേറ്റ് ഭക്ഷണം വാങ്ങി. ഒരു പ്രസാദമല്ല അമ്പലത്തിലെ, അതും നല്ല സദ്യ, ബ്രാഹ്മൺ സദ്യ, നല്ല ടേസ്റ്റുള്ള സാധനം. അപ്പോൾ അത് കഴിച്ച് ഓക്കെ. അപ്പോൾ ഇത് വീഡിയോ ഞാൻ ഞായറാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബ്രാഹ്മൺ സദ്യ കഴിക്കാൻ താല്പര്യമുള്ളവരൊക്കെ പോയിക്കോളി, അടിപൊളി സദ്യ ഓക്കെ. അപ്പോൾ നമ്മളെ ബാലുശ്ശേരി കോട്ടയം അമ്പലത്തിലെ ഉത്സവം അടിപൊളിയാവട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത വർഷം ഞാൻ എന്തായാലും വരും കേട്ടോ. ഒരുപാട് ആൾക്കാരിങ്ങനെ ഇനിയും ഇങ്ങനെ ഭയങ്കര ക്യൂ ആണ് പുറത്തൊക്കെ. ഇങ്ങനെയല്ലേ ഈ നാട്ടുകാരും പുറം നാട്ടുകാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കഴിച്ചു പോകുന്ന ഒരു അമ്പലം ഉത്സവം. ചരിത്ര പ്രസിദ്ധമായ ഏറെ കേൾവി കേട്ട ബാലുശ്ശേരി കോട്ട വേട്ടക്കുരുമൻ ക്ഷേത്രത്തിലെ പാട്ടുമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലുശ്ശേരി കുറുമ്പനാട് രാജാവിന്റെ അധീനതയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ് ബാലുശ്ശേരി കോട്ട വേട്ടക്കുരുമൻ ക്ഷേത്രം. കാലാന്തരത്തിൽ രാജഭരണം അവസാനിപ്പിച്ചപ്പോൾ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം. ഒരുപാട് സവിശേഷതകളുള്ള ഈ ഉത്സവത്തിൽ പൊതുവെ പറയപ്പെടുന്ന വേട്ടക്കുരുമകന്റെ ഊട്ടും പാട്ടും പന്തീരായിരവുമാണ്. ഇവിടെ ഏറ്റവും വലിയ പാടായിട്ട് ആളുകൾ നടത്തപ്പെടുന്നത് പന്തീരായിരം തേങ്ങേറാണ്. അത് കഴിഞ്ഞാൽ ഏറെ പ്രശസ്തി ഇവിടുത്തെ ഊട്ടാണ്. ഈ 2 ദിവസങ്ങളിലായി ഏതാണ്ട് ഒരു 30,000 ആളിൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വരും. അതും വിദഗ്ധരായ പാചകക്കാരെ ഉപയോഗിച്ചിട്ട് സനാതന ശൈലിയിലുള്ള പഴയ കാലത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ് സാധാരണ ഈ അമ്പലങ്ങളിൽ കൊടുക്കാറുള്ളത്. വളരെ കുറ്റമറ്റ രീതിയിൽ അതിനായി സഹായിക്കാൻ വേണ്ടിയിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ, പിന്നെ ഈ മാതൃസമിതി, അങ്ങനെയുള്ള പിന്നെ ഒരുപാട് ഈ മിക്കവാറും ഈ അന്നദാനം നടത്തുന്ന പല സ്വകാര്യ വ്യക്തികളുടെ അവിടെ വഴിപാടായിട്ടാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വർഷം ഏറ്റവും കൂടുതൽ അരി ഡൊണേറ്റ് ചെയ്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം മതസൗഹാർദ്ദത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളിവിടെ ഇതിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചിന്താഗതികളും ഞങ്ങൾക്കില്ല. ഏറ്റവും കൂടുതൽ അനുഭവത്തിലുള്ളത് മുസ്ലിംസിന്റെ സഹോദരന്മാരാണ് നമുക്ക്. അപ്പോൾ പിന്നെ ബാലുശ്ശേരിക്ക് അടയാളപ്പെടുത്താൻ പറ്റിയ, ബാലുശ്ശേരി തന്നെ അറിയപ്പെടും, ബാലുശ്ശേരി എന്ന പേര് വന്നത് ബാലുശ്ശേരി കോട്ട കൊണ്ടാണ്. അത്രയും പ്രശസ്തിയും ഈ അമ്പലം ശരിക്കും ഒരുപാട് പഴക്കല്ലേ? ഒരുപാട് ചരിത്രം പറയുന്നത് 3000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവൊക്കെ ഞങ്ങൾക്കുണ്ട്. കാരണം ക്ഷേത്രത്തിന് വികസനം കൊണ്ടുവരണമെങ്കിൽ കണക്കില്ലാത്ത പണം വേണം. ഇതെല്ലാം കാണുന്ന നല്ലതരായ ഭക്തരുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാൻ കൂടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. വേറെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് ശിരസിലേറ്റുന്ന ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന ആനയാണ് ഈ വർഷം വേട്ടക്കുരുമകന്റെ ചടമ്പെടുക്കാനുള്ളത്. എല്ലാവരും ബാലുശ്ശേരി കോട്ട സന്ദർശിക്കാൻ വിനീതമായി അപേക്ഷിക്കും.